ഫീഡ് ഫുട്ബോളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ത്രീ ലയൺസ് ഇംഗ്ലണ്ട്, ഗാരറ്റ് സൗത്ത്ഗേറ്റ് ഇംഗ്ലണ്ട് 2024 യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. സെമി ഫൈനലിൽ റൊണാൾഡ് കോമന് നെതർലാൻഡ്സിനെ ഒരു ഗോളിന് പുറകിൽ പോയതിനു ശേഷം 2-1 എന്നുള്ള സ്കോർ ലൈനാണ് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അതായത് മത്സരത്തിൽ ഗാരറ്റ് സൗത്ത്ഗേറ്റ് നടത്തിയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ടുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഇഞ്ചുറി ടൈമിൽ ഇംഗ്ലണ്ട് വിന്നിംഗ് ഗോൾ അടിച്ചിട്ട് സ്പെയിനുമായിട്ടുള്ള ആ ഒരു ഫൈനൽ പോരാട്ടത്തിനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നത്. ഇനി ഈ മത്സരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ സംസാരിച്ച് പോകേണ്ടതായിട്ടുണ്ട്. കോൺട്രവേഴ്സികളുണ്ട്, കോൺട്രവേഴ്ഷ്യൽ പെനാൽറ്റി ഡിസിഷൻ ഉണ്ട്, ഓവറോൾ റെഫറിങ് പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട്, ഗാരറ്റ് സൗത്ത്ഗേറ്റിന്റെ സബ്സ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റെഫറിയെ കുറിച്ച് സംസാരിച്ച് തുടങ്ങാം, പിന്നീട് നമുക്ക് ഗാരറ്റ് സൗത്ത്ഗേറ്റിലേക്ക് കടക്കാം. അപ്പോൾ റെഫറി ജർമ്മനായിട്ടുള്ള ഫെലിക്സ് സോയർ എന്ന് പറയുന്ന ചങ്ങായിയാണ്. ഈ ചങ്ങായിയാണെങ്കിൽ ഇപ്പോൾ യുഎഫയുടെ എലീറ്റ് ലിസ്റ്റിലൊക്കെയുള്ള ഒരു റെഫറിയാണ്. ഈ ടൂർണമെന്റിൽ തന്നെ 3 മത്സരങ്ങൾ ഒഫീഷ്യേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫിഫയുടെ ലിസ്റ്റിലൊക്കെ ഉള്ള തരത്തിലുള്ള ചങ്ങായിയാണ്. പക്ഷേ ഈ ചങ്ങായിയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ആൾക്ക് ഒരു മാച്ച് ഫിക്സിങ്ങിന്റെ കഥ പറയാനുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതല്ല. അതുമായി ബന്ധപ്പെട്ട് 6 മാസത്തെ ബാനും ലഭിച്ചിട്ടുള്ള തരത്തിലുള്ള ഒരു ചങ്ങായിയാണ്. അത് ഈ അടുത്തൊന്നുമല്ല, 2004 സംഭവിച്ചുള്ള ഒരു കാര്യമാണ്. റോബർട്ട് ഹോയ്സർ എന്ന് പറയുന്ന റെഫറിയുടെ അടുത്ത് നിന്ന് ആള് അസിസ്റ്റന്റ് റെഫറി ആയിരിക്കുന്ന സാഹചര്യത്തിൽ പൈസ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് പിന്നീട് തെളിയിക്കപ്പെട്ടുള്ള ഒരു സംഭവമാണ്. 300 യൂറോസ് എങ്ങാനേ വാങ്ങിയിട്ടുള്ളൂ. പക്ഷെ അതെന്താണ്, ബ്രൈബ് തന്നെയാണ്. അത് വാങ്ങിയതിന് പുറത്ത് അദ്ദേഹത്തിന് ബാനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ബാനും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ള ഒരു റെഫറിയെ എന്തിന് ഇത്തരത്തിലൊരു ഹൈ പ്രൊഫൈൽ മത്സരത്തിൽ കളിപ്പിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. ഇനി വേറൊരു കാര്യം കൂടി എന്താണെന്ന് വെച്ചാൽ, ഈ ചങ്ങായി ജൂഡ് ബെല്ലിംഗാമുമായിട്ട് ഒരു ഇൻസിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ എന്താണ്, ഈ 2004 ജർമ്മനിയിലെ ലോവർ ഡിവിഷൻ ഫുട്ബോൾ മത്സരത്തിനിടയിലാണ് ഇത്തരത്തിലുള്ള ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. ഈ സോയർ പൈസ വാങ്ങിയുള്ള സംഭവം നടന്നിട്ടുള്ളത്. പക്ഷെ അന്ന് പ്രധാന കഥാനായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോബർട്ട് ഹോയ്സർ എന്ന് പറയുന്ന റെഫറിയാണ്. പുള്ളിക്കാരനാണ് മാച്ച് ഫിക്സിങ്ങിനായിട്ട് പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അസിസ്റ്റന്റ് റെഫറിക്കും പൈസ കൊടുത്തു എന്നുള്ളതാണ്. പിന്നീട് ഇത് FA ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്ന സാഹചര്യത്തിൽ സോയർ മത്സരത്തിൽ തൻ്റെതായിട്ടുള്ള ഭാഗമായിട്ട് ഒരു തരത്തിലുള്ള മാച്ച് ഫിക്സിങ്ങും സംഭവങ്ങളും നടന്നിട്ടില്ല. പക്ഷെ പൈസ വാങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുകയും പിന്നെ ഈ ഹോയ്സറിനെ ബാൻ ചെയ്യിക്കുന്നതിൽ ഒരു പ്രധാന പങ്കും കാര്യങ്ങളും ഒരു വിറ്റ്നസ് എന്നുള്ള രീതിയിൽ അദ്ദേഹം കാര്യങ്ങളൊക്കെ അവിടെ അഡ്രസ് ചെയ്യുന്ന ഒരു സാഹചര്യം കണ്ടു. പക്ഷെ ഇതൊന്നും പബ്ലിക്കിന് അറിയുന്നുണ്ടായിരുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നത്. പിന്നെ 2014 ഇത് പിന്നെയും എക്സ്പോസ്ഡ് ആകുന്നത്. ഇനി 2021 ബയൺ മ്യൂണിക്ക് വേഴ്സസ് ബൊറൂഷ്യ ഡോർട്ട്മുണ്ട് മത്സരം ഒഫീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചങ്ങായിയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് അദ്ദേഹം വലിയ ഒരു എലീറ്റ് റെഫറി ആയിട്ടൊക്കെ മാറിയിട്ടുണ്ട് ജർമ്മനിയിൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ മത്സരത്തിനിടയിൽ 2-2 എന്നുള്ള സ്കോർ ലൈൻ മത്സരം നിൽക്കുമ്പോൾ ബൊറൂഷ്യ ഡോർട്ട്മുണ്ടിന് ഒരു പെനാൽറ്റി ലഭിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ലൂക്ക ഹെർണാണ്ടസ് മാർക്കോ റോയ്സിനെ ബോക്സിൽ ഫൗൾ ചെയ്തതായിട്ടാണ് ബൊറൂഷ്യ ഡോർട്ട്മുണ്ട് ആരാധകരും അതുപോലെ തന്നെ പ്ലേയേഴ്സും വാദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അവസരത്തിൽ ഈ ചങ്ങായി സ്ക്രീനിൽ പോയി നോക്കുന്ന പരിപാടി ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നേരെ മറിച്ച് ഈ മത്സരത്തിൽ മറ്റൊരു ഇൻസിഡന്റ് സംഭവിച്ചു. ഹുമൽസിന്റെ ഹാൻഡ്ബോൾ സംഭവിച്ചു. അങ്ങനെ ബയൺ മ്യൂണിക്കിന് പെനാൽറ്റി കിട്ടി. ആ പെനാൽറ്റി അടിച്ചിട്ട് അവർ മത്സരം വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അതിൽ ചങ്ങായി നേരെ സ്ക്രീനിലൊക്കെ പോയി നോക്കിയിട്ടാണ് ആ ഡിസിഷനും കാര്യങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. നേരത്തെ ഡോർട്ട്മുണ്ടിന്റെ കാര്യത്തിൽ അദ്ദേഹം സ്ക്രീനിലൊന്നും പോയി നോക്കിയില്ല. അപ്പോൾ മത്സരത്തിന് ശേഷം ജൂഡ് ബെല്ലിംഗാം വളരെ യങ് ആയിട്ടുള്ള ഫുട്ബോളറാണ്. ആ ഒരു അവസരത്തിൽ പുള്ളിക്കാരൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാച്ച് ഫിക്സിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരാളെ പിടിച്ച് റെഫറി ആക്കി കഴിഞ്ഞാൽ ഇതല്ലാതെ വേറെ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം അദ്ദേഹം മത്സരത്തിന് ശേഷം പറഞ്ഞു. അത് വലിയ രീതിയിൽ വിവാദമാകുകയുണ്ടായി. ജൂഡ് ബെല്ലിംഗാമിന് ഫൈനും കാര്യങ്ങളൊക്കെ കിട്ടി. അതോടൊപ്പം തന്നെ ഫെലിക്സ് സോയറിന് അത് വലിയൊരു ഷെയിംഫുൾ ആയിട്ടുള്ളൊരു സംഭവമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ തനിക്ക് ജൂഡ് ബെല്ലിംഗാമായിട്ട് സംസാരിക്കണം എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ പുള്ളിക്കാരൻ സംസാരിച്ചു, 2004 നടന്നതിനെ കുറിച്ച് എന്താണ് ജൂഡ് ബെല്ലിംഗാമിന് അറിയുക എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ ഒരു ഗ്രഡ്ജ് ഉണ്ട് എന്നുള്ള നെറേറ്റീവാണ് പിന്നീട് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഇംഗ്ലണ്ടിന്റെ മത്സരത്തിൽ ഒഫീഷ്യേറ്റ് ചെയ്യാൻ യുഎഫ ഈ ചങ്ങായിനെ തന്നെ നിയമിച്ചിട്ടുണ്ടായിരുന്നത് മത്സരത്തിന് മുമ്പേ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിരുന്നു. അങ്ങനെയുള്ള ആ ചങ്ങായി ഒഫീഷ്യേറ്റ് ചെയ്യുമ്പോൾ കോൺട്രവേഴ്സികൾക്കുള്ള സാധ്യത കൂടുതലാണ്. അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് കോൺട്രവേഴ്ഷ്യൽ ഡിസിഷൻസ് ഈ മത്സരത്തിൽ ഉണ്ടായത്? ആദ്യം തന്നെ എടുത്തു പറഞ്ഞതായിട്ടുള്ളത് ആ പെനാൽറ്റി ഡിസിഷനാണ്. അതായത് ഷാവി സിമോൺസിന്റെ മനോഹരമായിട്ടുള്ള ഗോളിൽ നെതർലാൻഡ്സ് 7ാമത്തെ മിനിറ്റിൽ തന്നെ ലീഡിൽ പോകുന്നു. പിന്നീട് ഇംഗ്ലണ്ട് മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചോളം നെതർലാൻഡ്സിനെതിരെ അവർ കളിച്ച ഫസ്റ്റ് ഹാഫിലെ ഫുട്ബോളാണ് അവർ ഈ ടൂർണമെന്റിൽ ഉടനീളം കളിച്ചുള്ള മികച്ച ഫുട്ബോൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. പക്ഷേ ആ പെനാൽറ്റി ആയിരുന്നു എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എക്സ് ഇംഗ്ലീഷ് ഫുട്ബോളേഴ്സ് ആയിട്ടുള്ള ഇപ്പോൾ പണ്ഡിറ്റുകളായിട്ട് വർക്ക് ചെയ്യുന്ന ഗാരി നെവിൽ, ജെമി കാരഗർ, ഗാരി ലിനെക്കർ, മിക്ക റിച്ചർഡ്സ്, ഇവരുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതൊരു പെനാൽറ്റി അല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം.
അതൊരു പെനാൽറ്റി ആയിട്ട് കൊടുക്കേണ്ട തരത്തിലുള്ള ഒരു സംഭവമല്ല. അതിന് കാരണങ്ങൾ ഞാൻ പറയാം. അതായത് സ്വാഭാവികമായിട്ടും ഹൈ ഫൂട്ടഡ് ആയിട്ടുള്ള ഒരു ചാലഞ്ചിന് ഔട്ട്സൈഡ് ദ ബോക്സിൽ ഫൗളുകൾ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് തന്നെയായിരിക്കും പലരുടെയും വാദം ഉണ്ടായിരിക്കും. അവിടെ എന്താണ് പിന്നെ ആ ഒരു ഹൈ ഫുഡ് ചാലഞ്ചാണ്, അപ്പോൾ അതെന്തുകൊണ്ട് ഫൗൾ കൊടുക്കാതിരുന്നു കഴിഞ്ഞാലല്ലേ പ്രശ്നം എന്നുള്ളത് ചില ആളുകൾ ചോദിക്കും. മനസ്സിലാക്കേണ്ടതില്ല സംഭവം ഔട്ട്സൈഡ് ദ ബോക്സിലുള്ള ത്രഷോൾഡും ഇൻസൈഡ് ദ ബോക്സിലുള്ള ത്രഷോൾഡും ഡിഫറെൻ്റ് ആണ്. അത് റിട്ടേൺ ആയിട്ടുള്ള ലോ ആണ്. ഇതോടൊപ്പം തന്നെ റിട്ടേൺ അല്ലാത്തൊരു ലോ കൂടിയുണ്ട്. അതായത് ഒരു ഷോട്ട് അടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ചാലഞ്ച് വരുന്നതെങ്കിൽ, ഒരു ഷോട്ട് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമാണ് ചാലഞ്ച് വരുന്നതെങ്കിൽ അത് പിന്നെ അത്തരത്തിലുള്ള സംഭവങ്ങളിൽ പെനാൽറ്റി കൊടുക്കാറില്ല എന്നുള്ളതാണ്. അത് റിട്ടേൺ ആയിട്ടുള്ള ലോ അല്ല, അൺറിട്ടേൺ ആയിട്ടുള്ള ലോ ആണ് ഫുട്ബോൾ മത്സരത്തിനിടയിൽ നടക്കുന്നൊരു കാര്യം. അപ്പോൾ അങ്ങനെയുള്ള സംഭവമുണ്ട്. ഇനി ആ പെനാൽറ്റി ഇൻസിഡൻറ്റിലേക്ക് വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ബാക്കിൽ നിന്ന് ഇംഗ്ലണ്ട് ബിൽഡ് ചെയ്യുന്നു, മനോഹരമായിട്ട് ബിൽഡ് ചെയ്ത് വരുന്നു. അങ്ങനെ ബുക്കായോ സാക്കയിലേക്ക് എത്തുന്നു. ബുക്കായോ സാക്ക ഹാരിക്കെയിൻ ഡ്രോപ്പ് ചെയ്തിട്ട് ബുക്കായോ സാക്കയെ പിക്ക് ചെയ്യുന്നു. റൈറ്റിൽ ബുക്കായോ സാക്ക കട്ട് ഇൻസൈഡ് ചെയ്തിട്ട് ഷോട്ട് അടിക്കാനുള്ള ശ്രമമാണ്. പക്ഷെ അദ്ദേഹത്തെ പൊതിയുന്നുണ്ട് നെതർലാൻഡ്സിന്റെ താരങ്ങൾ. പക്ഷെ സ്റ്റിൽ അദ്ദേഹം ഷോട്ട് അടിക്കുന്ന സാഹചര്യത്തിൽ അത് ബോക്സിൽ തന്നെ നിൽക്കുന്ന അത് ഹാരിക്കെയിനിലേക്കാണ് വന്നു വീഴുന്നത്. അദ്ദേഹം ആ ഒരു വോളി അറ്റംപ്റ്റ് അടിക്കുന്നു. അത് പിന്നെ ബാറിന് മുകളിലോട്ട് പോകുന്നു. ആ വോളി അറ്റംപ്റ്റ് അടിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് നമ്മുടെ ഡംഫ്രീസ്, ഇന്റർ മിലാന്റെ ഡിഫൻഡർ, അദ്ദേഹം കാൽ ഉയർത്തുന്നുണ്ട്. അദ്ദേഹം ആ ഒരു ബോളിന് വേണ്ടിയുള്ള ചാലഞ്ച് നടത്തുന്നുണ്ട്. അതിന് ബോൾ കാര്യമായിട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ഹാരിക്കെയിന്റെ ഫോളോ ത്രൂ ഈ പിന്നെ ആരുടെ കാലിലാണ് തട്ടുന്നത്? നമ്മുടെ ഡംഫ്രീസിന്റെ കാലിലാണ് തട്ടുന്നത്. അങ്ങനെ ഹാരിക്കെയിന് വേദന കൊണ്ട് പൊളയുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു. ആ ഒരു സംഭവം, ആ ഷോട്ട് അടിച്ചതിന് ശേഷം ഫെലിക്സ് ഓയർ എന്ന് പറയുന്ന റെഫറി അത് പെനാൽറ്റി ആയിട്ട് കണക്കാക്കിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഓൺ ഫീൽഡ് ഡിസിഷൻ അത് പെനാൽറ്റി ആയിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഈ ഹാരിക്കെയിൻ കിടന്ന് ഉരുളുന്നതൊക്കെ കണ്ടിട്ട് സ്വാഭാവികമായിട്ട് VR ഈ ചെങ്ങായിനോട് സ്ക്രീനിൽ പോയി ചെക്ക് ചെയ്യാൻ പറയുന്നു. അങ്ങനെ സ്ക്രീനിൽ പോയി ചെക്ക് ചെയ്തിട്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ക്ലിയർ ആൻഡ് ഒബ്വിയസ് എറർ ആയിട്ട് എങ്ങനെ അദ്ദേഹത്തിന് അത് കണക്കാക്കാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവം. പക്ഷേ വൺ സ്ക്രീനിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഡിസിഷൻസ് ഓവർടേൺ ചെയ്യപ്പെടും എന്നുള്ളത്. പക്ഷേ അത് VR സംബന്ധിച്ചോളം അതൊരു ക്ലിയർ ആൻഡ് ഒബ്വിയസ് എറർ ആണ് എന്നുള്ളത് കണക്കിലെടുത്തു കഴിഞ്ഞാൽ മാത്രമേ, മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ അവർ റെഫറിയെ അപ്പുറത്തേക്ക് വിടേണ്ടതായിട്ടുള്ളൂ. പക്ഷെ അത്തരത്തിൽ ക്ലിയർ ആൻഡ് ഒബ്വിയസ് എറർ അല്ല അത്. അതാണ് ഈ VR-യുമായി ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വിഷയം. എന്താണ് ക്ലിയർ ആൻഡ് ഒബ്വിയസ് എന്നുള്ളത് നമുക്ക് ആർക്കും ഇതുവരെ മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അതൊരു വേറെ കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞത് അത് ഓവർടേൺ ചെയ്യപ്പെടേണ്ട തരത്തിലുള്ള ഒരു സംഭവമല്ല, ഒരു ഫൗളല്ല എന്നുള്ളതാണ്. ഇനി ആ ബോൾ ഹാരിക്കെയിനിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ സംഭവങ്ങളെല്ലാം റെലവൻ്റ് ആകാത്ത തരത്തിലുള്ള ഒരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് അത് ബുക്കായോ സാക്കയുടെ കയ്യിൽ തട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ബുക്കായോ സാക്കയുടെ കയ്യിൽ ഒരു സീറ്റാണ് ആ ബോൾ ഹാരിക്കെയിനിലേക്ക് എത്തുന്നത്. അപ്പം അതോടുകൂടിയിട്ട് അവിടെ ആ ഹാരിക്കെയിൻ ഡംഫ്രീസ് ഇൻസിഡന്റ് തന്നെ റിഡൻഡന്റ് ആകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം അവിടെ ഹാൻഡ് ബോൾ കൊടുക്കുക, നെതർലാൻഡ്സിന് ഫ്രീ കിക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യമുള്ളത്. അപ്പോൾ ചോദിക്കും അത് ആക്സിഡന്റൽ ഹാൻഡ് ബോൾ അല്ലേ എന്നത്. അതെ, അത് ആക്സിഡന്റൽ ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ വാദിക്കാം. പക്ഷേ എന്താണ് ഡയറക്റ്റ് ആയിട്ട് ഒരു ഗോളിൽ അല്ലെങ്കിൽ ഒരു പെനാൽറ്റിയിലേക്കുള്ള തരത്തിലുള്ള ഒരു ഇൻസിഡന്റിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഒരു ഹാൻഡ് ബോൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആക്സിഡന്റൽ ആണോ അല്ലയോ എന്നുള്ളത് നോക്കേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അത് ക്ലിയർലി നെതർലാൻഡ്സ് സംബന്ധിച്ചിടത്തോളം ആ ഡിസിഷൻ അവർക്ക് എഗെയിൻസ്റ്റ് സംഭവിക്കുന്നതാണ് നമ്മൾ കണ്ടത്. വളരെ അൺലക്കി ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് നെതർലാൻഡ്സിന് അവിടെ എതിരെ സംഭവിച്ചിട്ടുള്ളത്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചോളം ഒരു ലക്കി ഡിസിഷനാണ്, അങ്ങനെ അതിന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ആ ഹാരിക്കെയിൻ്റെ ഡംഫ്രീസുമായിട്ടുള്ള ഇൻസിഡൻറ്റിലേക്ക് പോകുക തന്നെ വേണ്ട. ഇവിടെ ഈ ഒരു ഹാൻഡ് ബോൾ നോക്കിയാൽ മതി, ആ ബിൽഡപ്പിൽ ഹാൻഡ് ബോൾ ഉണ്ട്, അവിടെ നിന്ന് തീർന്നു. അപ്പോൾ അതാണ് ഒരു കോൺട്രവേഴ്ഷ്യൽ ഡിസിഷൻ. അത് ഹാരിക്കെയിൻ മനോഹരമായിട്ട് അത് പെനാൽറ്റി എടുക്കുന്നു. അങ്ങനെ മത്സരത്തിലേക്ക് ഇംഗ്ലണ്ട് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ഇനി മറ്റൊരു കോൺട്രവേഴ്ഷ്യൽ ഡിസിഷൻ, ഒരു കോർണർ കൊടുക്കാത്ത സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ യൂഷ്വലി ചില റെഫറിമാരെ മിസ് ചെയ്യുന്നതാണ്. അതിനൊന്നും നമ്മൾ വലിയ രീതിയിൽ ഊന്നി സംസാരിക്കേണ്ട കാര്യമില്ല. മറ്റൊന്ന്, ഈ ഇംഗ്ലണ്ടിന്റെ വിന്നിംഗ് ഗോൾ പിറക്കുന്നതിന് തൊട്ട് മുമ്പ് നടന്നിട്ടുള്ള ആ ഒരു സംഭവം, ആ ഒരു കോഡി ഗാക്പോ മാർക്ക് ഗഹി ഇൻസിഡന്റ്, അത് എന്തിന് ഫൗള് കൊടുത്തു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണ്. അവിടെ ഗാക്പോ ഗഹിയെ ഫൗള് ചെയ്തിട്ടില്ല, അത് ഫൗളല്ല. അത് ഫൗള് കൊടുത്തതിന് ശേഷമാണ് ഇപ്പുറത്ത് അറ്റാക്ക് സംഭവിക്കുന്നതും ഇംഗ്ലണ്ട് ഗോൾ അടിക്കുന്നതും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ മത്സരം ഒരു പക്ഷേ എക്സ്ട്രാ ടൈമിലേക്ക് കടന്നതിനെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അറ്റാക്കിനുള്ള സമയം ഇംഗ്ലണ്ടിന് ലഭിക്കില്ലായിരുന്നു. അപ്പോൾ അതും വലിയൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ തന്നെയാണ്. മത്സരത്തിന് ശേഷം വെർജിൽ വാൻ ഡൈക്ക് റെഫറിനെ കുറിച്ച് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെഫറി പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് പോയി എന്നുള്ളത്. അർത്ഥം എന്താണ്? പുള്ളിക്കാരന് കാര്യങ്ങൾ അത്ര വെടിപ്പായിട്ട് ഈ മത്സരത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണെന്നുള്ളതാണ്. പക്ഷേ ഈ ചങ്ങായി ഈ ടൂർണമെന്റിൽ തന്നെ 3 മത്സരങ്ങൾ ഒഫീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യുഎഫയുടെ എലീറ്റ് ലിസ്റ്റിലുള്ളൊരു റെഫറി ആണെന്നുള്ള കാര്യം ഓർക്കണം. പക്ഷേ ഇങ്ങനെ ഒരു ചരിത്രവും അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഇൻസിഡൻറ്റുകൾ നടന്നു കഴിഞ്ഞാൽ ആളുകൾ സ്പെക്കുലേറ്റ് ചെയ്യും. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതാണ്. പിന്നെ അപ്പം അങ്ങനെയുള്ള കോൺട്രവേഴ്ഷ്യൽ കോളുകൾ ഉണ്ടായിരുന്നു.
ഇനി ഇതിന് നിങ്ങൾക്ക് ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾക്ക് ചർച്ച ചെയ്യാം, നോ പ്രോബ്ലം. ഇനി ഗാരത്ത് സൗത്ത്ഗേറ്റിനെ കുറിച്ച് സംസാരിക്കാം. അതായത് ഗാരത്ത് സൗത്ത്ഗേറ്റിനെ ഈ ചാനലിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴായിട്ട് റോസ്റ്റ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ടാക്ടിക്കൽ ഇനബിലിറ്റിയെ കുറിച്ച് കുറേ സാഹചര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും അദ്ദേഹം നല്ലൊരു ടാക്ടീഷ്യൻ ആണെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ടീം ഇപ്പോൾ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നതിൽ പല ഘടകങ്ങളുണ്ട്. അതിൽ ലക്ക് ഒരു പ്രധാന ഘടകമാണ്. ആ ഒരു ഫേവറബിൾ റൺ ഓഫ് ഫിക്സ്ചേഴ്സ് കിട്ടിയത് അത് വലിയ ഒരു ഘടകമാണ്. അതോടൊപ്പം തന്നെ ഈ ഇംഗ്ലീഷ് സ്ക്വാഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒടുക്കത്തെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഫുട്ബോളേഴ്സ് ഉണ്ട്. ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കാഴ്ചവെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് താരങ്ങളുണ്ട്. അവരുടെയൊക്കെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിൻ്റെ മികവിൽ കൂടി തന്നെയാണ് അവരിപ്പോൾ ഈ ഒരു നിലയിൽ എത്തി നിൽക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അവർക്ക് ഈ ഒരു ഫേവറബിൾ റൺ ഓഫ് ഫിക്സ്ചേഴ്സ് കിട്ടിയത് അവരുടെ കുറ്റമല്ല. കാരണം അവർ ഗ്രൂപ്പിൽ ചാമ്പ്യന്മാരാകുന്നു. ഗ്രൂപ്പിൽ ചാമ്പ്യന്മാരാകുന്നത് തന്നെ ഒറ്റ മത്സരം വിജയിച്ചുകൊണ്ടാണ്. അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ഗ്രൂപ്പിൽ ചാമ്പ്യന്മാരായോ ആയി, അങ്ങനെ അവർക്ക് ഫേവറബിൾ റൺ ഓഫ് ഫിക്സ്ചേഴ്സ് കിട്ടി. ഇതേപോലെ തന്നെ സ്പെയിനും ഗ്രൂപ്പിൽ ചാമ്പ്യന്മാർ തന്നെയായിരുന്നു. അവരെല്ലാ മത്സരങ്ങളും വിജയിച്ചിട്ടാണ് ഗ്രൂപ്പിൽ ചാമ്പ്യന്മാരായിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർക്ക് ഫേവറബിൾ റൺ ഓഫ് ഫിക്സ്ചേഴ്സ് കിട്ടിയോ? ഇല്ല. അതാണ് ടൂർണമെന്റുകളുടെ ഒരു സ്വഭാവം. ചില സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഫേവറബിൾ റൺ ഓഫ് ഫിക്സ്ചേഴ്സ് നമുക്ക് കിട്ടുമായിരിക്കും. അതാണ് ഇംഗ്ലണ്ടിന് സംഭവിച്ചത്. സ്പെയിനിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഗ്രൂപ്പിൽ തന്നെ കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ അവർ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകുന്ന എല്ലാ മത്സരങ്ങളും വിജയിച്ചിട്ട് പിന്നെ അവർക്ക് ജോർജിയക്കെതിരെയുള്ള റിലേറ്റീവ്ലി ഈസിയർ ഫിക്സറാണ് റൗണ്ട് ഓഫ് 16 കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നെ ജർമ്മനിക്കെതിരെ ആണ് അവർ ക്വാർട്ടർ ഫൈനലിൽ പോരാടിയിട്ടുണ്ടായിരുന്നത്. ഫ്രാൻസിനെതിരെയാണ് അവർ സെമി ഫൈനലിൽ പോരാടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് അവർ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർ റൗണ്ട് ഓഫ് 16 സ്ലൊവാക്യക്കെതിരെ ജസ്റ്റ് എസ്കേപ്പ് ആകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. പക്ഷെ അവിടെ മെന്റാലിറ്റി, അതിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം. തിരിച്ചു വരാനുള്ള ഒരു മെന്റാലിറ്റി, ജൂഡ് ബെല്ലിംഗാമിന്റെ മനോഹരമായിട്ടുള്ള ആ ഒരു ഓവർ ഹെഡ് കിക്കിലൂടെയാണ് അവർ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ സ്റ്റിൽ അവർ തിരിച്ചു വന്നല്ലോ. അതിനുശേഷം സ്വിറ്റ്സർലാൻഡിനെതിരെയും അവർ തിരിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടത്. ഒരു ഗോളിനും പുറകിൽ പോയതിനു ശേഷം അതിലും അത്ര മികച്ച രീതിയിലുള്ള പ്രകടനം ആയിരുന്നില്ലെങ്കിൽ ഇതിന്റെ ഭാഗം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ നെതർലാൻഡ്സിനെതിരെയും അവർ തിരിച്ചു വരുന്ന ഒരു സാധനം നമ്മൾ കണ്ടത്. യൂറോ ചാമ്പ്യൻഷിപ്പിന്റെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഒരു സൈഡ് പ്രീ ക്വാർട്ടറിൽ സെമി ഫൈനലിൽ ഒരു ഗോളിന് പുറകിൽ പോയതിനു ശേഷം തിരിച്ചു വന്നിട്ട് അവർ ഫൈനലിലേക്ക് എത്തുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ അത് ഗാരത്ത് സൗത്ത്ഗേറ്റിന്റെ ടീമിന് സാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ റെസിലിയൻസും മെന്റാലിറ്റിയെ കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഈ യങ് സ്ക്വാഡിനെ സംബന്ധിച്ചിടത്തോളം അതിൽ എന്താണ്, നല്ല മെന്റാലിറ്റി ഉള്ള കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. ഇനി നമ്മൾ ഇവിടെ ലക്കിനെ കുറിച്ച് സംസാരിച്ചു, ഫേവറബിൾ ഡ്രോനെ കുറിച്ച് സംസാരിച്ചു, ഇൻഡിവിജ്വൽ താരങ്ങളുടെ ബ്രില്യൻസിനെ കുറിച്ച് സംസാരിച്ചു. അതോടൊപ്പം തന്നെ ഗാരത്ത് സൗത്ത്ഗേറ്റിനും നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇതിനു മുമ്പും ഗോൾഡൻ ജനറേഷനുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർക്കൊന്നും സാധിക്കാത്ത കാര്യമാണ് ഗാരത്ത് സൗത്ത്ഗേറ്റിന്റെ കീഴിൽ ഇപ്പോൾ ഇംഗ്ലണ്ട് നെയ്തെടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ യൂറോയിലും അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഫിക്സറുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതും യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ്. പക്ഷേ അങ്ങനെ ഫേവറബിൾ ആയിട്ടുള്ള ഫിക്സറുകൾ ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഗാരത്ത് സൗത്ത്ഗേറ്റിന്റെ ടീമിന്റെ ഈ ഫൈനലിലേക്കുള്ള തേരോട്ടത്തെ നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല എന്നുള്ള കാര്യം ഓർക്കണം. അതിനാണ് ചരിത്രം പറയുന്നത്. കാരണം ഗാരത്ത് സൗത്ത്ഗേറ്റ് ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് മേജർ ഇന്റർനാഷണൽ ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ ഇംഗ്ലണ്ട് ഒരു ഒറ്റ ഫൈനലിൽ മാത്രമേ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് 1966 ഹോം സോയിലിൽ ആൽ ഫ്രാംസി എന്ന് പറയുന്ന ഇതിഹാസമായിട്ടുള്ള മാനേജറിന്റെ കീഴിൽ അന്ന് ഇംഗ്ലണ്ട് വേൾഡ് കപ്പ് അടിക്കുന്നത് നമ്മൾ കണ്ടു. അതാണ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫൈനൽ അപ്പിയറൻസ് ഉണ്ടായിരുന്നത്. പിന്നീട് ഇപ്പോൾ ഗാരത്ത് സൗത്ത്ഗേറ്റ് വന്നതിന് ശേഷം അവർ ബാക്ക് ടു ബാക്ക് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിന്റെ മേജർ ഇന്റർനാഷണൽ ടൂർണമെന്റിന്റെ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം. അദ്ദേഹം നല്ലൊരു ടാക്ടീഷ്യൻ അല്ല എന്ന് പറയുമ്പോഴും ഇവിടെ നല്ലൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹത്തിന്റെ മാനേജ്മെന്റ് സ്കില്ലിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ടൂർണമെന്റ് മത്സരങ്ങളുടെ സ്വഭാവം അല്ലെങ്കിൽ അത്തരത്തിലുള്ള നോക്കൗട്ട് മത്സരങ്ങൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ എന്താണ്, ടാക്ടിക്സുകൾക്കുപരി ചിലപ്പോൾ ഇത്തരത്തിലുള്ള മാനേജ്മെന്റ് സ്കില്ലുകൾക്ക് സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഗാരത്ത് സൗത്ത്ഗേറ്റ് എന്ന് പറഞ്ഞാൽ. സ്ലൊവേനിയക്കെതിരെയുള്ള മത്സരത്തിൽ ആ ഒരു സമനില വഴങ്ങിയിട്ടുള്ള സാഹചര്യത്തിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ ഈ ഗാരത്ത് സൗത്ത്ഗേറ്റിനെ ഇംഗ്ലീഷ് ആരാധകർ തന്നെ ജർമ്മനിയിൽ ബൂ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അദ്ദേഹത്തിന് പേഴ്സണലി ഹേർട്ട് ആയിട്ടുണ്ടെന്നുള്ളത് ഇപ്പോൾ ഈ മത്സരത്തിന് ശേഷമുള്ള പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം സംസാരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. പക്ഷേ എന്താണ്, ഈ സെമി ഫൈനലിൽ വിജയിച്ചുള്ള സാഹചര്യത്തിൽ അദ്ദേഹം ഫാൻസിൻ്റെ ഇടയിലേക്ക് പോയിട്ട് അദ്ദേഹം ആ ഒരു സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ എന്താണ്, ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണത്. പക്ഷേ ഫാൻസിനെ കൂടി അദ്ദേഹത്തിൻ്റെ കൂടെ കൂട്ടാൻ അദ്ദേഹത്തിന് സാധിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ അവസരത്തിൽ. ഒപ്പം എന്താണ്, ഓൾവേസ് ആ ടീം അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം. ആ ഒരു ടുഗദർനെസ്, ആ ഒരു ഫാമിലി, ഇതായിരുന്നു പണ്ട് ഈ ഇംഗ്ലീഷ് സൈഡിൽ ഇല്ലാതിരുന്നത്. ഗോൾഡൻ ജനറേഷൻ അവിടെ മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അവർ തമ്മിൽ ഒരു ഒത്തൊരുമ, ഒരു ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കാൻ, ഒരു
കാര്യമായിട്ടുള്ളൊരു കെമിസ്ട്രി ഉണ്ടാക്കിയെടുക്കാൻ ഒരു മാനേജർക്കും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ക്ലബ് റൈവൽറിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഭീകരമായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ഇംഗ്ലീഷ് സ്ക്വാഡിനിടയിൽ. പിന്നെ എന്താണ്, ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ സൂപ്പർ പവറുകളായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്, ഇപ്പോഴത്തെ പോലെയല്ല. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കുമ്പോൾ ഗാരത്ത് സൗത്ത്ഗേറ്റിന് ക്രെഡിറ്റ് കൊടുത്തേ മതിയാകുള്ളൂ. അത് അങ്ങനെ തന്നെ കൊടുക്കണം. ക്രെഡിറ്റ് അർഹിക്കുന്ന കാര്യത്തിൽ ക്രെഡിറ്റ് കൊടുത്തേ പറ്റുള്ളൂ. ഞാനിപ്പോഴും ആള് നല്ലൊരു കോച്ചാണെന്നുള്ള കാര്യം വിശ്വസിക്കുന്നില്ല. അതിന് ഞാൻ ചില സ്റ്റാറ്റ്സുകൾ കൂടി പറയാം. അതായത് ഇപ്പോൾ ഇംഗ്ലണ്ടിന്റെ പ്രീ ക്വാർട്ടർ മുതലുള്ള സംഭവങ്ങളാണ്. സ്ലോവാക്യക്കെതിരെയുള്ള മത്സരത്തിൽ എങ്ങനെയാണ് അവർ രക്ഷപ്പെട്ടു പോയതെന്ന് നമുക്കറിയുന്നതാണ്. ആ മത്സരത്തിൽ ഇംഗ്ലണ്ടിന്റെ XG 1.5 ആയിരുന്നു. നോൺ പെനാൽറ്റി XGകളാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ സ്ലോവാക്യയുടെ XG 2.2 ആയിരുന്നു. അവരാണ് ബെറ്റർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ മത്സരത്തിൽ. അതേപോലെ തന്നെ സ്വിറ്റ്സർലാൻഡിനെതിരെ ട്വീക്കുകളും കാര്യങ്ങളൊക്കെ ചെങ്ങായി ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല കാര്യം തന്നെയാണ്. പക്ഷെ എന്നിട്ടും സ്വിറ്റ്സർലാൻഡാണ് ബെറ്റർ നോൺ പെനാൽറ്റി XGകൾ ആ മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 1.5 ആണ് അവർ ക്രിയേറ്റ് ചെയ്ത XG. ഇംഗ്ലണ്ട് 0.6 മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ബുക്കായോ സാക്ക വണ്ടർ സ്ട്രൈക്കിലാണ് ആ മത്സരത്തിൽ ഇംഗ്ലണ്ട് കഴിച്ചിലായിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ മത്സരം സമനിലയിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റാർ ഫുട്ബോളേഴ്സ് ഉണ്ടെങ്കിൽ ഏത് ടീമിനെ സംബന്ധിച്ചോളം ഇത്തരത്തിൽ ഇൻഡിവിജ്വൽ മൊമെന്റ്സിൽ ജയിക്കാൻ സാധിക്കും. അതും ഫുട്ബോളിന്റെ രീതിയാണ്, അതും രീതി തന്നെയാണ്, അതിന് ആരെയും കുറ്റം പറയുന്നതല്ല. പിന്നെ നെതർലാൻഡ്സിനെതിരെയുള്ള മത്സരത്തിൽ ഓൾമോസ്റ്റ് ഈക്വൽ XG ആണ് രണ്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 0.5 ഇംഗ്ലണ്ട് ക്രിയേറ്റ് ചെയ്തത്, 0.6 ആണ് ഇംഗ്ലണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നോൺ പെനാൽറ്റി XG ആണ് ഇംഗ്ലണ്ട് മത്സരത്തിൽ പെനാൽറ്റി അടിച്ചിട്ടുണ്ടായിരുന്നു. ആ പെനാൽറ്റിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോലും എന്താണ്, കൃത്യമായിട്ടും ഒപ്പോസിഷൻ ടീമുകൾ ഈ ഇംഗ്ലണ്ടിനെതിരെ ചാൻസുകൾ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതും റിലേറ്റീവ്ലി അത്ര ബിഗർ ഒപ്പോണൻസുകൾ ആയിരുന്നില്ല ഇവരാരും എന്നുള്ള കാര്യം ഓർക്കണം. ഈവൻ നെതർലാൻഡ്സും അത്ര നല്ല രീതിയിലല്ല ഈ ടൂർണമെന്റിൽ കളിച്ചിട്ടുള്ളത് നമുക്കറിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇംഗ്ലണ്ടിന് അവരുടെ മുന്നിൽ വന്നുപെട്ടുള്ള ടീമുകളല്ലേ പരാജയപ്പെടുത്താൻ പറ്റുള്ളൂ. വേറെ ടീമുകളെ ഇനി വിളിച്ചുകൊണ്ട് വന്നിട്ട് പരാജയപ്പെടുത്താനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരുടെ മുന്നിൽ വന്നുപെട്ട ടീമുകളെ പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി അവര് ഫൈനലിൽ സ്പാനിഷ് സൈഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കപ്പടിച്ചു കഴിഞ്ഞാൽ അത് ഡിസേർവിംഗ് അല്ല എന്നുള്ള രീതിയിലൊന്നും ആർക്കും പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. കപ്പടിക്കുന്നവർ തന്നെയാണ് ഡിസേർവിംഗ് ആയിട്ടുള്ള വിന്നേഴ്സ്. അപ്പോൾ ശരിയാണ്, സ്പെയിനിന്റെ ആ ഒരു ഫൈനലിലേക്കുള്ള പാത ദുർഘടം പിടിച്ചതായിരുന്നു. അവർ മികച്ച രീതിയിലുള്ള ഫുട്ബോൾ ആണെങ്കിൽ ടൂർണമെന്റിൽ കാഴ്ചവെച്ചുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ മിഡ്ഫീൽഡ് ഡിഫൻസിലും അതുപോലെ തന്നെ ഒഫൻസിലും ഒരു ബാലൻസ് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഇംഗ്ലണ്ട് ആണെങ്കിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് തന്നെയാണ് ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷെ ഫൈനലിൽ ഈ സ്പാനിഷ് സൈഡിനെ ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവിടെ ഡിസേർവിംഗ് ആയിട്ടുള്ള വിന്നേഴ്സ് ഈ ഗാരത്ത് സൗത്ത്ഗേറ്റിന്റെ ഇംഗ്ലണ്ട് തന്നെയായിരിക്കും. വേറെ അതിൽ ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെന്താണ്, ഈ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ഇതിനു മുമ്പ് യൂറോയിൽ 2 തവണ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട്, 1 തവണ സെമി ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് അവരുടെ ചരിത്രമുള്ളത്. അതോടൊപ്പം തന്നെ ഇതാദ്യമായിട്ടാണ് അവർ ഫോറിൻ സോയിലിൽ ഒരു മേജർ ഇന്റർനാഷണൽ ടൂർണമെന്റിന്റെ ഫൈനൽ കളിക്കാൻ പോകുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. 1966 അവർ വേൾഡ് കപ്പ് അടിക്കുമ്പോൾ അത് ഹോം സോയിലായിരുന്നു. കഴിഞ്ഞ യൂറോയിൽ അവർ ഫൈനലിലേക്ക് എത്തിയിരുന്നത് ഹോം സോയിലായിരുന്നു. ആദ്യമായിട്ടാണ് അവർ പുറത്ത് ഒരു ഫോറിൻ സോയിലിൽ ഒരു മേജർ ഇന്റർനാഷണൽ ടൂർണമെന്റിന്റെ ഫൈനലിലേക്ക് എത്തുന്നത്. അതായത് ഇതിനു മുമ്പ് സർ റോബ്സനൊക്കെ ഇംഗ്ലണ്ടിന്റെ മാനേജ് ചെയ്തിട്ടുള്ള ആളാണ്. ടെറി വെനബിൾസ് മാനേജ് ചെയ്തിട്ടുള്ള ടീമാണ്. പിന്നീട് പുറത്തുനിന്ന് ഫാബിയോ കപ്പെല വരുന്നത് നമ്മൾ കണ്ടു, എറിക്സൺ വരുന്നത് നമ്മൾ കണ്ടു. പക്ഷെ ഇവർക്കൊന്നും സാധിക്കാത്ത കാര്യമാണ് ഗാരത്ത് സൗത്ത്ഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെങ്ങായിക്ക് കൈയടി കൊടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കലി എന്താണ്, ആൽഫ്രാംസിക്ക് ശേഷമുള്ള ഇംഗ്ലണ്ടിന്റെ ഒരു ബെറ്റർ മാനേജറാണ് ഗാരത്ത് സൗത്ത്ഗേറ്റ് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം. പക്ഷെ നമുക്കറിയാം അവർ കളിക്കുന്ന ഫുട്ബോൾ അണ്ടർവെൽമിംഗ് ആണ്. ആ സ്ക്വാഡിനെ ചെങ്ങായി യൂട്ടിലൈസ് ചെയ്യുന്ന രീതി ശരിയല്ല, ടാക്ടിക്കലി ഇനപ്റ്റാണ് ചെങ്ങായി എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ്. പക്ഷെ സ്റ്റിൽ അവർ റിസൾട്ടുകൾ ചെയ്തെടുക്കുന്നുണ്ട്. ടൂർണമെന്റ് ഫുട്ബോളിൽ റിസൾട്ടുകൾക്ക് തന്നെയാണ് വലിയ പ്രാധാന്യമുള്ളതെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കറണ്ട് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ടാലന്റഡ് ആയിട്ടുള്ള ക്രോപ്പാണ്. ഒരു രക്ഷയില്ലാത്ത സ്ക്വാഡ് അവിടെയുണ്ട്. അവർ ഈ ടൂർണമെന്റിലേക്ക് എടുക്കാത്ത താരങ്ങൾ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് ഔട്ട് ചെയ്തുള്ള താരങ്ങളും ബിഗ് പ്ലേയേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ക്വാഡ്, വെൽത്തി ഓഫ് സ്ക്വാഡ് ഈ ഗാരത്ത് സൗത്ത്ഗേറ്റിന്റെ കയ്യിലുണ്ട്. അതിൽ തന്നെ മത്സരം ഒറ്റയ്ക്ക് മാറ്റിമറിക്കാൻ കെൽപ്പുള്ള താരങ്ങൾ ഈ ഒരു സൈഡിലുണ്ട്. ആ രീതിയിൽ തന്നെയാണ് പല മത്സരങ്ങളും അവർ വിജയിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബിഗ് ടീമുകളിൽ അത്തരത്തിലുള്ള ബിഗ് പ്ലേയേഴ്സ് ഉണ്ടാകും, ഗെയിം ചേഞ്ചേഴ്സ് ഉണ്ടാകും. അങ്ങനെയുള്ള ഗെയിം ചേഞ്ചേഴ്സ് ഈ ഗാരത്ത് സൗത്ത്ഗേറ്റിന്റെ ടീമിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ എന്തായാലും ഇവിടെ ഈ ടീമിനെ ഫൈനലിലേക്ക് വീണ്ടും കൊണ്ടെത്തിച്ചതിൽ ഗാരത്ത് സൗത്ത്ഗേറ്റ് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം. ഒപ്പം ഈ ഫേവറബിൾ റൺ ഓഫ് ഫിക്സേഴ്സ് വന്നിട്ടുള്ള സാഹചര്യത്തിൽ നമ്മളെല്ലാം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇങ്ങനൊരു ഫേവറബിൾ റൺ ഓഫ് ഫിക്സേഴ്സ് കിട്ടിയിട്ട് ഫൈനൽ വരെയെങ്കിലും എത്തിയില്ലെങ്കിൽ അതൊരു മാസീവ് ഫെയിലിയർ ആകും ഈ ഇംഗ്ലണ്ട് സൈഡിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അവർ എത്തിയിരിക്കുകയാണ്.
അപ്പോൾ അതാണ് എങ്ങനെ എത്തി എന്നുള്ളതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. എന്താണ് അദ്ദേഹം ചില മാറ്റങ്ങൾ വരുത്തിയത്, അതിന് നമ്മൾ അദ്ദേഹത്തിന് ക്രെഡിറ്റ് കൊടുക്കണം. അതായത് നമ്മൾ അദ്ദേഹം തുടങ്ങിയിട്ടുള്ള രീതി, അതായത് ട്രിപ്പിയറിനെ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിപ്പിക്കുന്നതും ഫോർഡനെ ലെഫ്റ്റ് വിങ്ങിൽ കളിപ്പിക്കുന്നതും മിഡ്ഫീൽഡ് ട്രെൻഡിനെ കളിപ്പിക്കുന്നതും ഒന്നും ശരിയല്ല എന്ന് നമ്മളൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ ഉടനീളം അത് സംസാരിക്കുന്നുണ്ടായിരുന്നു, ഇംഗ്ലീഷ് ആരാധകർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് അദ്ദേഹം അതിനൊരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ആദ്യം ഗാലഗറിനെ അവിടെ മിഡ്ഫീൽഡിൽ ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്നു, അതും വർക്ക്ഔട്ട് ആകുന്നില്ല. പിന്നെ കോബി മെനുവിനെ കൊണ്ടുവരുന്നു. അങ്ങനെ അവസാനം ആ മിഡ്ഫീൽഡിൽ ഒരു ബാലൻസ് കണ്ടെത്താണ് കോബി മെനു, ഡെക്ലൻ റൈസ്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ എക്സ്പെരിമെന്റേഷൻ ഈ ടൂർണമെന്റിന്റെ ഇടയിൽ തന്നെ നടത്തിയിട്ട് അദ്ദേഹത്തിന് അവിടെ ഒരു സെറ്റിൽ മിഡ്ഫീൽഡ് കണ്ടെത്താനുള്ള ഒരു സമയം ഈ ടൂർണമെന്റിൽ ലഭിച്ചു. അതിനുള്ള ഒരു കാരണം ബിഗർ ഒപ്പോണൻസുകൾക്കെതിരെ കളിക്കാൻ പിന്നെ എന്താ പറയുക സാധ്യതയില്ലാത്ത ഒരു സാഹചര്യം വന്നുകൊണ്ടാണ്. ഇനി എന്താണ് ആള് സ്വിറ്റ്സർലാൻഡിനെതിരെ ആ ഒരു 3 at the ബാക്കിലേക്ക് നീങ്ങിയതും നല്ലൊരു തീരുമാനം തന്നെയായിരുന്നു. കാരണം 2 ടെന്നുകൾ കളിപ്പിക്കാനുള്ള ഒരു തീരുമാനം, ജൂഡ് ബെല്ലിംഗാമിനെയും അതുപോലെ തന്നെ ഫോർഡനെയും. അതിൽ തന്നെ പിന്നെന്താ പറയുക, ലെഫ്റ്റ് സൈഡിൽ ജൂഡ് ബെല്ലിംഗാമും ആ ഒരു 10ലേക്ക് റൈറ്റ് സൈഡ് 10ലേക്ക് നമുക്ക് ഫോർഡനെയും കാണാൻ സാധിക്കും. ബുക്കായോ സാക്ക റൈറ്റ് വിങ് ബാക്ക് ആയിട്ട്, ലെഫ്റ്റ് വിങ് ബാക്ക് ആയിട്ട് ട്രിപ്പിയർ കളിക്കും. ഇതിനിടയിൽ ലൂക്ക് ഷോ തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ ലൂക്ക് ഷോക്ക് മിനിറ്റ്സ് കൊടുത്തിട്ട് അദ്ദേഹം ആ ഒരു നാച്ചുറൽ വിട്ട് ആ ഒരു ബാലൻസ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരാനുള്ള ശ്രമം അദ്ദേഹം നടത്തുന്നു. അപ്പോൾ അത്തരത്തിൽ ട്വീക്കുകൾ അദ്ദേഹം നടത്തുന്നു. അതിന് നമുക്ക് അദ്ദേഹത്തിന് ഫ്ലവേഴ്സ് കൊടുക്കണം. ഇനി ഈ നെതർലാൻഡ്സിനെതിരെയും ഇതേ ഫോർമേഷൻ തന്നെ, ആ ഒരു 3 at the ബാക്ക് ഫോർമേഷൻ തന്നെയാണ് അവർ കളിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഫോർഡൻ സംബന്ധിച്ചോളം ആ ഒരു റൈറ്റ് സൈഡ് 10 ആയിട്ട് അദ്ദേഹം മികച്ച രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നു. അത് റോക്കറ്റ് സയൻസ് അല്ല, അദ്ദേഹത്തിന്റെ നാച്ചുറൽ പൊസിഷൻ ആണത്. ജൂഡ് ബെല്ലിംഗാം അത്ര രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല ലെഫ്റ്റ് സൈഡ് 10 ആയിട്ട്, കാരണം അദ്ദേഹത്തിന്റെ ഒരു നാച്ചുറൽ പൊസിഷൻ അല്ല. പക്ഷേ സ്റ്റിൽ അദ്ദേഹം ഇമ്പാക്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കാര്യം നമ്മൾ കാണാം. പക്ഷേ മിഡ്ഫീൽഡ് നമ്മൾ പറഞ്ഞ പോലെ കോബി മെനുവിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കൂടിയിട്ട് കോബി മെനു സെൻസേഷണൽ ആയിട്ട് കളിക്കാൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ 19-കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഇംഗ്ലണ്ട് സൈഡിൽ ഈ നെതർലാൻഡ്സിനെതിരെ ഫസ്റ്റ് ഹാഫിൽ മികച്ച രീതിയിലുള്ള പ്രകടനമാണ് ചെങ്ങായി കാഴ്ചയുള്ളത്. ത്രൂ ഔട്ട് ദ ടൂർണമെന്റ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ ആ ഫസ്റ്റ് ഹാഫിൽ നെതർലാൻഡ്സിനെതിരെ കോബി മെനുവും ഫോർഡനും മികച്ച രീതിയിൽ കളിക്കുന്നു. അവരായിരുന്നു സ്റ്റാൻഡ് ഔട്ട് പെർഫോമേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. ബുക്കായോ സാക്ക അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ ഗാരത്ത് സൗത്ത്ഗേറ്റിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻസ്, അദ്ദേഹം എന്താണ് വളരെ റിയാക്റ്റീവായിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന തരത്തിലുള്ള ചങ്ങായാണ്. പ്രൊആക്റ്റീവായിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്താറില്ല. പക്ഷേ ആൾ ഈ മത്സരം നെതർലാൻഡ്സിനെതിരെ അദ്ദേഹം പ്രൊആക്റ്റീവായിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്നു. അദ്ദേഹം വളരെ ബോൾഡായിട്ടുള്ള കോൾ എടുക്കുന്നു. ക്യാപ്റ്റനായിട്ടുള്ള ഹാരി കെയിനെ പിൻവലിക്കാനുള്ള തീരുമാനം എടുക്കുന്നു. അതിന് അദ്ദേഹത്തിന് നമ്മൾ കയ്യടി കൊടുത്തേ മതിയാകുള്ളൂ. ആ ഒരു ബ്രേവറിക്ക്. അത് പിന്നെ ഹാരി കെയിൻ്റെ മെൻറ്റാലിറ്റിയെ നമ്മളവിടെ പിന്നെ അപ്ലോഡ് ചെയ്യണം. കാരണം ഒരു പ്രശ്നമില്ല അദ്ദേഹത്തിന് ആ ഗ്രൗണ്ടിൽ നിന്ന് പോകുന്ന സാഹചര്യത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ റോബർട്ടോ മാർട്ടിനസ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഇതേ രീതിയിൽ പിൻവലിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ പോർച്ചുഗലിന് ഫ്രാൻസിനെതിരെ ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുമായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുള്ള സംഭവമാണ്. ജോട്ടയൊക്കെ ആ ഒരു 9 റോൾ ഒന്ന് കളിപ്പിച്ച് നോക്കണമായിരുന്നു അദ്ദേഹം. അത്തരത്തിലുള്ള ബോൾഡായിട്ടുള്ള ബ്രേവായിട്ടുള്ള ഡിസിഷൻ അവിടെ റോബർട്ടോ മാർട്ടിനസിന് എടുക്കാൻ സാധിക്കില്ല. ഇവിടെ ഗാരത്ത് സൗത്ത്ഗേറ്റ് എടുത്തു. അതിന് നമ്മൾ അദ്ദേഹത്തിന് ക്രെഡിറ്റ് കൊടുത്തേ മതിയാകുള്ളൂ. കാരണം ആ പിന്നെ ഡിഫൻസിന് പുറകിലൂടെ റൺ ചെയ്യാൻ ഹാരി കെയിന് സാധിക്കുന്നില്ല. ഒലി വാറ്റ്കിൻസ് അത്തരത്തിലുള്ള ആ ഒരു ഡിഫൻസിനെ സ്ട്രെച്ച് ചെയ്യാനും ഡിഫൻസിന് പുറകിലൂടെ റൺ ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ്. ഒപ്പം കോൾ പാമർ ഒരു ഡിഫറൻസ് മേക്കറാണ്. ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ഡിഫറൻസ് മേക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്. അദ്ദേഹമാണ് ആ പാസ് പിക്ക് ചെയ്തത്. ആ ഒലി വാറ്റ്കിൻസിന്റെ ആ ഒരു റണ്ണിന് പാസ് പിക്ക് ചെയ്തത് ബ്യൂട്ടിഫുൾ പാസ്സാണ്, ബ്യൂട്ടിഫുൾ ഫിനിഷാണ്. ആ ഒരു ടൈറ്റ് ആംഗിളിൽ നിന്ന് ഒലി വാറ്റ്കിൻസ് അടിച്ചത്. അദ്ദേഹം ഇത്തരത്തിലുള്ള ഗോൾ മുമ്പും അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്, അതിന് നമുക്ക് ഗാരത്ത് സൗത്ത്ഗേറ്റിന് കൊടുക്കണം ക്രെഡിറ്റ്. കാരണം അങ്ങനെ ബോൾഡായിട്ടുള്ള ഡിസിഷൻ, അതും പ്രൊആക്റ്റീവായിട്ടുള്ള ചേഞ്ച് അദ്ദേഹം നടത്തുന്നു. കാരണം സെക്കൻഡ് ഹാഫിൽ കാര്യമായിട്ട് ഒന്നും ഇംഗ്ലണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആ ഒരു നെതർലാൻഡ്സിന്റെ ഷേപ്പിന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഇംഗ്ലണ്ടിന് സാധിക്കുന്നുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും തമ്മിൽ വലിയ അന്തരം ഉണ്ടായിരുന്നു, വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും നമുക്ക് ഗാരത്ത് സൗത്ത്ഗേറ്റിന് ക്രെഡിറ്റ് കൊടുത്തേ മതിയുള്ളൂ. അതാണ് പറഞ്ഞത്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ക്രെഡിറ്റ് അർഹിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ക്രെഡിറ്റ് കൊടുത്തേ മതിയാകുള്ളൂ. അപ്പോൾ ബോൾഡായിട്ടുള്ള ഡിസിഷൻസ് അദ്ദേഹം എടുത്തു, അതിൻ്റെ ഫലം കാണുകയും ചെയ്തു. അതേപോലെ തന്നെ സ്ലോവാക്കിയക്കെതിരെയും അദ്ദേഹം വളരെ ലേറ്റ് ആയിട്ടാണ് സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നത്, വളരെ ലേറ്റ് ആയിട്ട്. അതിൽ പിന്നെ എബെറിച്ചേസ ആണെങ്കിലും അതുപോലെ ഐവൻ ടോണി ആണെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കി നമ്മൾ കണ്ടു. അതിൽ എബെറിച്ചേസയുടെ ഒക്കെ ആ ഒരു ഫ്ലൂക്ക് ഷോട്ടിൽ നിന്നാണ് പിന്നെ ഐവൻ ടോണി ഹെഡ് ചെയ്തിട്ട് ഹാരി കെയിൻ ആ ഒരു എക്സ്ട്രാ ടൈമിൽ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സ്റ്റിൽ എന്താണ് ഇമ്പാക്ട് ഉണ്ടാക്കിയല്ലോ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കി കഴിഞ്ഞാൽ. പക്ഷേ ആ മത്സരത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ഈ ടൂർണമെന്റിൽ നിലനിൽക്കുന്നതിന് പ്രധാന കാരണക്കാരനായിട്ടുള്ളത് ജൂഡ് ബെല്ലിംഗാം തന്നെയാണ്. ആ ഒരു ഗോൾ, ഓവർ ഹെഡ് കിക്ക് ഗോൾ ആ ഒരു അവസരത്തിൽ അടിച്ചത് സെൻസേഷണൽ സ്ട്രൈക്കാണ്. അപ്പോൾ അതും ഒരു കാരണമാണ്. ഇനി നമ്മൾ ഈ മത്സരത്തിന്റെ പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചോളം അവർ ഈ ടൂർണമെന്റിൽ കളിച്ചിട്ടുള്ള ഏറ്റവും മികച്ച ഒരു ഹാഫ് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ നെതർലാൻഡ്സിനെതിരെയുള്ള ഫസ്റ്റ് ഹാഫാണ്. പക്ഷേ ആദ്യം ഗോൾ അടിക്കുന്നത് നെതർലാൻഡ്സ് ആണ്. ഷാവി സിമോൺസ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഗോൾ അടിക്കുന്നത്. ഈ ഒരു 4-3-3 സിസ്റ്റത്തിലാണ് കൂമൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 4-2-3-1 സിസ്റ്റം എന്ന് പറയാൻ പറ്റും. ഡബിൾ പിവോട്ട്,
ടിയാനി റേഞ്ചേഴ്സും ഷോട്ടനും മിഡ്ഫീൽഡിൽ, പിന്നെ ഷാബി സിമോൺസ് 10 ആയിട്ട് കളിക്കുന്നു, ഡിബായ് സ്ട്രൈക്കറായിട്ട്, ലെഫ്റ്റിൽ കൊഡി ഗാക്പോ, റൈറ്റിൽ ഡോണിയൽ മാലൻ. പിന്നെ ഡിഫൻസിൽ ആസ് യൂഷ്വൽ ഡിഫൻസ് തന്നെയാണ്, കാര്യമായിട്ട് മാറ്റമൊന്നുമില്ല. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അഗൈൻ ആ ഒരു 3 at the back സിസ്റ്റം തന്നെ. ബുക്കായോ സാക്ക റൈറ്റ് വിങ് ബാക്കായിട്ട്, ലെഫ്റ്റ് വിങ് ബാക്കായിട്ട് ട്രിപ്പിയർ, പിന്നെ ഡിഫൻസിൽ മാർഗഹി തിരിച്ചു വരുന്നു സസ്പെൻഷൻ കഴിഞ്ഞിട്ട്, സ്റ്റോൺസും വാക്കറും ആ ഒരു ഡിഫൻസിൽ. മിഡ്ഫീൽഡിൽ കോബി മൈനു, ഡെക്ലൻ റൈസ്, പിന്നെ ഫിൽ ഫോഡനും ജൂഡ് ബെല്ലിംഗാമും 2 10-കളായിട്ട് ലെഫ്റ്റിലും റൈറ്റിലും കളിക്കുന്നു, ഹാരി കെയ്ൻ സ്ട്രൈക്കറായിട്ട്. ഇതാണ് ഇംഗ്ലണ്ടിന്റെ സെറ്റപ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ ഡെക്ലൻ റൈസിന്റെ കാലുകളിൽ നിന്ന് ബോൾ വിൻ ചെയ്തിട്ട് ഷാബി സിമോൺസ് ഒരു റോക്കറ്റ് സ്ട്രൈക്ക് ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്ന് അടിക്കുന്നു, ഇംഗ്ലണ്ട് പുറകിൽ പോകുന്നു. ഗ്രേറ്റ് ഗോളാണ് അവിടെ ഷാബി സിമോൺസ് അടിച്ചിട്ടുള്ളത്. അങ്ങനെ നെതർലാൻഡ്സിന് ഒരു അപ്പർ ഹാൻഡ് തുടക്കത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്നു. പിന്നെ അവർ കാര്യമായിട്ട് പ്രസ്സും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇംഗ്ലണ്ട് ആണെങ്കിൽ നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നു, നല്ല രീതിയിൽ എനർജിയോടുകൂടി കളിക്കുന്നു, റിയാക്ട് ചെയ്യുന്നു. ഇംഗ്ലണ്ട് ഫ്ലൂയിഡ് ആയിട്ടുള്ള ഫുട്ബോൾ കളിക്കുന്നു, ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്നു മനോഹരമായിട്ട്. പിന്നെ ആ മിഡ്ഫീൽഡിലേക്ക് ജൂഡ് ബെല്ലിംഗാം ഇറങ്ങി വരുന്നു, അദ്ദേഹം ഇമ്പാക്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഫിൽ ഫോഡൻ ആ പോക്കറ്റ് ഓഫ് സ്പേസിൽ, ആ ഡിഫൻസിൻ്റെയും മിഡ്ഫീൽഡിൻ്റെ ഇടയിലുള്ള ആ ഒരു പിന്നെ പോക്കറ്റ് ഓഫ് സ്പേസിൽ നിന്നിട്ട് മികച്ച രീതിയിലുള്ള ഇമ്പാക്ട് ഉണ്ടാക്കാൻ നമ്മൾ കാണുന്നു. കോബി മേനു സെൻസേഷണലായിരുന്നു. എൻ്റെ പൊന്നോ, 19 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇംഗ്ലണ്ടിൻ്റെ മിഡ്ഫീൽഡിൽ ആ ചെങ്ങായി ഉണ്ടാക്കുന്ന ഒരു ഡിഫറൻസ് അത് ഹ്യൂജ് ആണ്. ആള് ഡ്യുവൽസ് വിൻ ചെയ്യുന്ന രീതി ഫാന്റാസ്റ്റിക് ആണ്. അദ്ദേഹത്തിന്റെ പ്രോഗ്രസീവ് പാസിങ്, അദ്ദേഹം ബോൾ റിസീവ് ചെയ്തതിനു ശേഷം ടേൺ ചെയ്തിട്ട് മുമ്പോട്ട് പോകുന്ന രീതി, അദ്ദേഹം ബോൾ കൊണ്ട് ഗ്ലൈഡ് ചെയ്യുകയാണ്. ബ്യൂട്ടിഫുൾ ടു വാച്ച് ആണ്. ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം, ഈ കാരിങ്ടൺ പ്രൊഡക്റ്റ് ഒരു രക്ഷയില്ലാത്ത ഫുട്ബോളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് ആലോചിച്ച് നോക്കിയേ, അധികം കാലമൊന്നായിട്ടില്ല ചെങ്ങായി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയിട്ട് ആ ഒരു യൂത്ത് ഫുട്ബോളാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മിഡ്ഫീൽഡിന്റെ ഹൃദയഭാഗത്ത് മെയിൻ മാനായിട്ട് മാറിയിരിക്കുന്നു. അവരെ FA കപ്പ് വിജയമൊക്കെ ബദ്ധവരികളായുള്ള മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ നേടിയെടുക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് മിഡ്ഫീൽഡിൽ വഹിക്കാൻ കോബി മേനുവിന് സാധിക്കുന്നു. ഇപ്പതാ ഇംഗ്ലണ്ടിന്റെ മിഡ്ഫീൽഡിലെ ഒരു സൊല്യൂഷനായിട്ട് മാറിയിരിക്കുകയാണ് ചെങ്ങായി, സൊല്യൂഷനായിട്ട് മാറിയിരിക്കുകയാണ്. ചെറിയൊരു കാര്യമല്ല അത്. അങ്ങനെ ഫിൽ ഫോഡനും കോബി മേനും തമ്മിലുള്ള ലിങ്കപ്പും കാര്യങ്ങളും ഒക്കെ മികച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഡിഫെൻസീവ് അവയർനെസ്, അദ്ദേഹം പ്രസ് ചെയ്യുന്ന രീതി, അദ്ദേഹം ഞാൻ പറഞ്ഞ പോലെ ഡ്യൂലുകൾ വിൻ ചെയ്യുന്ന രീതി എല്ലാം ബ്രില്യാണ്. അദ്ദേഹത്തിൻ്റെ ചോയ്സ് ഓഫ് പാസിങ് വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഫുട്ബോളാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഭയങ്കര കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ഈ 19-കാരൻ കളിക്കുന്നത്. ഒരു പീക്ക് ടൈമിൽ കളിക്കുന്ന ഒരു 25-കാരൻ കളിക്കുന്ന ആ ഒരു മെച്യൂരിറ്റിയോട് കൂടിയിട്ടാണ് കോബി മേനു ആ മിഡ്ഫീൽഡിൽ കളിക്കുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സംബന്ധിച്ചോളം എജാതി ടാലൻ്റാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു രക്ഷയില്ല ചെങ്ങായിമാരെ. ഈ ചെങ്ങായി ടോപ്പ് പ്ലെയർ ആകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇപ്പം തന്നെ അതിൻ്റെ എല്ലാ സൂചനകളും നമുക്ക് തരികയാണ്. അത്രയും കോൺഫിഡൻ്റ് ആയിട്ടാണ് മിഡ്ഫീൽഡ് കളിക്കുന്നത്. ഇംഗ്ലണ്ടിൻ്റെ മിഡ്ഫീൽഡിൽ അത്ര കോൺഫിഡൻസോട് കളിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളൊരു സംഭവമല്ല. അതാണ് ഒരു സ്പാനിഷ് പ്ലെയറിൻ്റെ ഒക്കെ എലഗൻസോട് കൂടിയിട്ടാണ് ഈ ഇംഗ്ലീഷ് താരം ആ മിഡ്ഫീൽഡിൽ കളിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ആ ഒരു ടെക്നിക്കൽ എബിലിറ്റി ഉണ്ട്, ആ ഒരു എന്താ പറയുക കാംനെസ് ഉണ്ട്, കമ്പോഷർ ഉണ്ട്. അങ്ങനെ ഈ ഇംഗ്ലണ്ട് തിരിച്ചടിക്കാനുള്ള ശ്രമം ഹാരി കെയ്ൻ്റെ പിന്നെ ഔട്ട്സൈഡ് ദ ബോക്സ് എന്നൊരു ഷോട്ട് വെർബുഗൻ സേവ് ചെയ്യുന്നു. പിന്നെയാണ് പെനാൽറ്റി സംഭവിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അങ്ങനെ മത്സരത്തിലേക്ക് ഇംഗ്ലണ്ട് തിരിച്ചു വരുന്നു. പിന്നെ കോബി മേനു ഫോഡനെ പിക്ക് ചെയ്യുന്നു. ഈ ഒരു അവസരത്തിൽ കോബി മേനുവിനെ ആരും ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല. അദ്ദേഹം ബോളുമായിട്ട് മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിൽ ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസിലൂടെ അദ്ദേഹം മുമ്പോട്ട് പോകുന്നു. എന്നിട്ട് ബോക്സിൽ നിൽക്കുന്നുണ്ടായിരുന്ന ഫോഡനെ പിക്ക് ചെയ്യുന്നു. ഫോഡനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആ ഒരു ഷോട്ട് അദ്ദേഹം വിചാരിച്ച സമയത്ത് പിന്നെ എന്താ പറയുക തൻ്റെ കാലിന് റിലീസ് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ സ്റ്റിൽ അദ്ദേഹം അത് റിലീസ് ചെയ്യുന്നു ആ ഒരു ബോഡീസിൻ്റെ ഇടയിലൂടെ, വെർബുഗൻ്റെ കാലിൻ്റെ ഇടയിലൂടെ. പക്ഷേ ഡംഫ്രീസ് അവിടെ നെതർലാൻഡ്സിൻ്റെ രക്ഷകനാകുന്നൊരു സാഹചര്യം നമ്മൾ കാണുന്നു. ഓൺ ദ ലൈൻ അദ്ദേഹം അത് അവിടെ ചവിട്ടി നിർത്തിയിട്ട് അദ്ദേഹം ക്ലിയർ ചെയ്യുന്നു. ചവിട്ടി നിർത്തി അവിടെ ഗോൾ ലൈൻ ടെക്നോളജി ചെക്ക് ചെയ്യുന്നു, അത് ഗോളല്ല എന്നുള്ള നിഗമനത്തിലേക്ക് വന്നു. അപ്പോൾ ഫിൽ ഫോഡൻ എൻ്റെ ഗ്രേറ്റ് ഫീറ്റ് നമ്മൾ കാണുന്നു. പക്ഷേ അവിടെ അഗെയിൻ കോബി മേനുവിൻ്റെ ഇൻഫ്ലുവൻസ് മികച്ചു തന്നെയാണെന്നുള്ളതാണ്. പിന്നെ മെംഫിസ് ഒരു കൗണ്ടറിൽ നിന്ന് ഡോണിയൽ മാലനെ പിക്ക് ചെയ്യാനുള്ള ശ്രമം, അത് മാർഗഹിയും വാക്കറും തമ്മിൽ വന്നിട്ട് ഡിഫെൻഡ് ചെയ്യുന്നു. രണ്ടുപേരും കൂടിയിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന സാഹചര്യം നല്ല രീതിയിൽ ബ്ലോക്ക് ചെയ്യുന്നു. പിന്നെയാണ് ഡംഫ്രീസിൻ്റെ ഒരു ഹെഡർ. അതൊരു ബ്യൂട്ടിഫുൾ ഹെഡറാണ്. അത് ബാറിൽ തട്ടിപ്പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അത് സെറ്റ് പീസ് ഡെലിവറി, ബോക്സിലേക്ക് വരുന്നു, ഗ്രേറ്റ് ഹെഡർ, ബാറിൽ തട്ടിപ്പോകുന്നു. പിന്നെന്താണ് സാക്ക ഫോഡനെ പിക്ക് ചെയ്യുന്നു. ഈ ഒരു അവസരത്തിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഫോഡനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ആ ഒരു സ്പേസും ടൈമും കിട്ടിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൈൽ വാക്കർ ഒരു പ്ലെയറിനെ അദ്ദേഹത്തിൻ്റെ റണ്ണിൽ കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ ബോക്സിലേക്ക് റൈറ്റ് സൈഡിലൂടെ റൺ നടത്തുന്ന സാഹചര്യത്തിലാണ് ഫോഡന് ആ ബോക്സിൻ്റെ പുറത്ത് കുറച്ച് സ്പേസും ടൈമും കിട്ടിയത്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ കുപ്പായത്തിൽ ഇതേ സ്പേസിൽ വെച്ചിട്ട് അദ്ദേഹം ഗോൾ അടിക്കുന്ന നമ്മൾ കണ്ടുള്ള സംഭവമാണ്. ഗോളുകൾ അടിക്കുന്ന നമ്മൾ കണ്ടതാണ്.
അത്തരത്തിൽ അദ്ദേഹം അവിടെ നിന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കേളർ സാധനം അടിക്കുന്നു, പക്ഷേ അത് പോസിറ്റ് തട്ടി പോകുന്നു. അൺലക്കി സിറ്റുവേഷൻ ആണ് ഫിൽ ഫോഡൻ എന്ന് പറയുന്നത്. ഇതിനിടയിൽ മെംഫിസ് ഡിപ്പായ്ക്ക് ഇഞ്ചുറി പറ്റുന്നു, ആളെ കയറ്റുന്നു. പകരം ഒരു മിഡ്ഫീൽഡറിനെയാണ് കോമൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഒരു എക്സ്ട്രാ മിഡ്ഫീൽഡറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു അവസരത്തിൽ എന്താണ്, വീർമനെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ വീർമൻ ഒരു അഡ്വാൻസ്ഡ് മിഡ്ഫീൽഡറായിട്ട് കളിക്കുന്നു. ഷാബി സിമോൺസ് ഫ്ലാങ്കിലേക്ക് നീങ്ങുന്നു, ഡോണിയൽ മാലൻ സ്ട്രൈക്കർ ആകുന്നു, ഗാക്പോ തന്നെ ലെഫ്റ്റിൽ കളിക്കുന്ന ഒരു സാഹചര്യം. പിന്നെ കോബി മൈനു കൈൽ വാക്കറിനെ ബോക്സിൽ പിക്ക് ചെയ്യുന്നു. കൈൽ വാക്കർ അത് തിരിച്ച് കോബി മേനുവിന് തന്നെ കൊടുക്കുന്നു. കോബി മേനു ഒരു ബാക്ക് ഹീലുണ്ട്, അത് ഫിൽഫോർഡിന് കൊടുക്കുകയാണ്. അഗെയിൻ ആ ഒരു എഡ്ജ് ഓഫ് ദ ബോക്സിലാണ് ഫിൽഫോർഡൻ അത് ബോൾ റിസീവ് ചെയ്യുന്നത്. വളരെ എലഗൻസോട് കൂടിയിട്ടാണ് കോബി മേനു അത് ഫോർഡൻ കൊടുത്തത്. ഫോർഡൻ്റെ സ്ട്രൈക്ക് ഇത്തവണ വെർബ്രുഗൻ സേവ് ചെയ്യാണ്. ഇത്തവണ ഗ്രൗണ്ടിലൂടെയാണ് ഫോർഡൻ അടിച്ചിട്ടുള്ളത്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ 3 അറ്റംപ്റ്റുകളാണ് നെതർലാൻഡ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം മാത്രം ടാർഗറ്റിലേക്ക് അടിക്കുന്നു. 7 അറ്റംപ്റ്റുകൾ ഇംഗ്ലണ്ട് അടിക്കുന്നു. അതിൽ 4 അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിക്കുന്നു. 63% പൊസഷൻ ഇംഗ്ലണ്ടാണ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇംഗ്ലണ്ട് ഇനീഷ്യേറ്റീവ് എടുത്ത ഒരു ഫസ്റ്റ് ഹാഫ് നമ്മൾ കണ്ടു, സന്തോഷമായി. അങ്ങനത്തെ ഒരു ഫസ്റ്റ് ഹാഫ്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ബാക്ക് ടു സൗത്ത് ഗേറ്റ് മോഡ് നമുക്ക് പറയാൻ പറ്റും. അതായത് ഈ ചേഞ്ചസ് പിന്നെ നമ്മുടെ കോമൻ വരുത്തിയത് കൂടിയിട്ട് പിന്നെ ആൾ ഒരു ചേഞ്ച് കൂടി വരുത്തുന്നു, മാലനെ പിൻവലിക്കുന്നു, വെഗോസിനെ കൊണ്ടുവരുന്നു ഹാഫ് ടൈമിൽ. മിഡ്ഫീൽഡ് പാക്ക് ചെയ്ത് കൂട്ടിയിട്ട് പിന്നെ ഇംഗ്ലണ്ടിന് ഓപ്പറേറ്റ് ചെയ്യാൻ സമയം കിട്ടാത്ത സാഹചര്യം, ഇംഗ്ലണ്ട് വളരെ സ്ലോ ആയിട്ട് പിന്നെ ബോൾ മൂവ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. വളരെ ഫാസ്റ്റായിട്ട് നല്ല രീതിയിൽ പ്രസ്സൊക്കെ ചെയ്യുന്ന ഇംഗ്ലണ്ടിനാണ് ഫസ്റ്റ് ഹാഫിൽ കണ്ടതെങ്കിൽ വളരെ പാസീവായിട്ടുള്ള ഒരു ഇംഗ്ലണ്ടിനാണ് നമുക്ക് സെക്കൻഡ് ഹാഫിൽ കാണാൻ സാധിക്കുന്നത്. വളരെ കുറച്ച് ചാൻസുകളെ 2 ടീമുകൾക്ക് ലഭിക്കുന്നുള്ളൂ. ഷോട്ടുകൾ പോലും കാണാൻ പറ്റാത്ത സാഹചര്യം. നെതർലാൻഡ്സ് ആണെങ്കിൽ ആ ഒരു കൗണ്ടർ അറ്റാക്കിനായിട്ട് നിൽക്കുന്ന അവസരങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ തന്നെ വീർമൻ്റെ ഒരു ഫ്രീ കിക്കിൽ നിന്ന് വാൻഡൈക്കിൻ്റെ ഒരു അറ്റംപ്റ്റ് പിക്ഫോർഡ് സേവ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഒരു ക്ലീൻ കണക്ഷൻ അവിടെ വാൻഡൈക്കിന് കിട്ടിയിട്ടില്ല, പക്ഷേ സ്റ്റിൽ അത് ഗോൾ ബൗണ്ട് ആയിട്ടുള്ള സംഭവമാണ്. പിക്ഫോർഡ് സേവ് ചെയ്യുന്നതാണ് സെക്കൻഡ് ഹാഫിലെ ഒരു ഫസ്റ്റ് മേജർ ചാൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സംഭവം. അതിൽ നിന്നൊരു കോർണർ നിന്ന് തിരിച്ചു വന്ന ബോൾ ഡംഫ്രീസ് ഹെഡ് ചെയ്യുന്നു, പുറത്തേക്ക് ഹെഡ് ചെയ്ത് കളയുന്ന ഒരു സാഹചര്യം. പിന്നെയും 1-2 ക്രോസുകൾ ബോക്സിലേക്ക് കൊടുക്കാനുള്ള ശ്രമം നെതർലാൻഡ്സിന്റെ ഭാഗത്ത് നമ്മൾ കാണുന്നു. ഗാക്പോ ഒക്കെ കുറച്ചുകൂടി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരു ക്രോസ് ബോക്സിൽ റീബൗണ്ട് ആയിട്ട് സിമോൺസിന്റെ കാലിലേക്ക് എത്തുന്നു. അതിന്റെ ഹിറ്റ്, അതിന്റെ ഷോട്ട് അത്ര ക്ലീൻ ആയിട്ട് അതിന് ഹിറ്റ് ചെയ്യാൻ പറ്റില്ല. നേരെ പിക്ഫോർഡിന്റെ കയ്യിലേക്ക് പോകുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. പിന്നെ ഫോർഡൻ വാക്കറിനെ പിക്ക് ചെയ്യാണ്, റൈറ്റിലൂടെ റൺ ചെയ്തിട്ടുള്ള വാക്കറിനെ പിക്ക് ചെയ്യാണ്. വാക്കർ അത് കട്ട് ബാക്ക് ചെയ്തിട്ട് സാക്കെ പിക്ക് ചെയ്യുന്നു, ബോക്സിലേക്ക് റൺ ചെയ്തിട്ട് സാക്കെ അത് ഫിനിഷ് ചെയ്യുന്നു. പക്ഷേ അവിടെ ഫോർഡൻ വാക്കറിനെ ബോൾ റിലീസ് ചെയ്യുന്ന സാഹചര്യം വാക്കർ ജസ്റ്റ് ഓഫ് സൈഡ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ സാക്കെ വന്നുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഗോൾ അദ്ദേഹം അടിച്ചേനെ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് എന്താണ് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തുന്നത്. അപ്പോൾ 78ാമത്തെ മിനിറ്റിലോ 79ാമത്തെ മിനിറ്റിലോ ആണ് ഈ ബോൾഡായിട്ടുള്ള ഡിസിഷൻസ് സൗത്ത് ഗേറ്റ് എടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പാമറിനെയും വാറ്റ്കിൻസിനെയും കൊണ്ടുവരുന്നു, ഫോർഡനെയും കെയ്നെയും പിൻവലിച്ചിട്ട്. ഈ കോമൻ ആണെങ്കിൽ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. അങ്ങനെ ഒരു കിഡിലം മൂവ് നെതർലാൻഡ്സ് നടന്ന് നമ്മൾ കണ്ടു. ബാക്ക് ടു ഫ്രണ്ട് ടിയാനി റേഞ്ചേഴ്സ് ബ്യൂട്ടിഫുൾ ആയിട്ട് ആ മിഡ്ഫീൽഡിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള രീതിയൊക്കെ നമുക്ക് ഈ ഒരു മൂവിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ആ ലെഫ്റ്റ് സൈഡിലൂടെ അവിടെ ബ്യൂട്ടിഫുൾ ആയിട്ട് ബോൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ശേഷം ടിയാനി റേഞ്ചേഴ്സ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ബോക്സിലുള്ള വെഗോസിനെ പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ മാർഗഹി അവിടെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. പിന്നെ ഷോൻ്റെ ഒരു ക്രോസ് ബോക്സിലേക്ക് ജൂഡിനത് എത്തിപ്പെടാൻ സാധിച്ചില്ല, പക്ഷേ കോൾ പാമറിലേക്ക് എത്തുന്നു. കോൾ പാമറിൻ്റെ പക്ഷേ ഷോട്ട് അത് പുറത്തേക്ക് പോകുന്നു. ഇതാണ് ഇംഗ്ലണ്ടിൻ്റെ സെക്കൻഡ് ഹാഫിലെ ഫസ്റ്റ് അറ്റംപ്റ്റ്, ആ കോൾ പാമറിൻ്റെ അറ്റംപ്റ്റ്. പിന്നെന്താണ് നമ്മൾ കാണുന്നത്, പിന്നെയാണ് ആ ഗോള് പിറക്കുന്നത്. അതിനാണ് ഞാൻ പറഞ്ഞല്ലോ കോഡി ഗാക്പോയുടെ ഇൻസിഡൻറ്റ് അവിടെ സംഭവിക്കുന്നു മാർഗഹിയുമായിട്ടുള്ളത്. ഇപ്പുറത്ത് ഇംഗ്ലണ്ട് പിന്നെ ആ ബോൾ മൂവ് ചെയ്യുന്നു. എന്നതിന് ശേഷം കോൾ പാമർ വാറ്റ്കിൻസിനെ അണ്ണപ്പിക്കുന്നു. വാറ്റ്കിൻസ് ആ ഒരു ടൈറ്റ് ആംഗിളിൽ നിന്ന് ഗോളാക്കി മാറ്റുന്നു. ഡച്ച് ഹൃദയങ്ങൾ തകർത്ത് കളയുന്നു. എൻ്റെ പൊന്നോ, ഏത് നിമിഷമാണ് ഗോൾ അടിച്ചെന്ന കാര്യം ചോദിച്ചൊക്കെ വാറ്റ്കിൻസ് ഈ പിന്നെ മത്സരത്തിനിടയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ര നമ്മുടെ പാമറിനോട്, അതായത് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ രണ്ടുപേരും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങും, എന്നിട്ട് നീ എനിക്ക് അസിസ്റ്റ് തരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ. അപ്പം അങ്ങനെ അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ ഇംഗ്ലണ്ട് ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഗാരത്ത് സൗത്ത് ഗേറ്റ് മാനേജർ ആയതിനു ശേഷം 2018 വേൾഡ് കപ്പിൽ അവർ സെമി ഫൈനലിലേക്ക് എത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടു. 2021 യൂറോയിൽ അവർ ഫൈനലിലേക്ക് എത്തിയിട്ട് ഇറ്റലിയുമായിട്ട് പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് പുറത്തായിട്ടുണ്ടായിരുന്നത്. റണ്ണറപ്പുകളാകുന്ന സാഹചര്യം നമ്മൾ കണ്ടു. 2022 വേൾഡ് കപ്പിൽ അവർ ഫ്രാൻസുമായിട്ട് ക്വാർട്ടർ ഫൈനലിൽ പരാജയപ്പെട്ട് പുറത്തു പോകുന്നു. ഇപ്പോൾ 2024 യൂറോയിൽ അവർ വീണ്ടും ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. അവർക്ക് ആ ഫൈനൽ കടമ്പ കടക്കാൻ സാധിക്കുമോ ഇത്തവണ? കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. ഇതാണ് എനിക്ക് ഈ മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. Goodbye.